ശ്രീനഗറിലേക്ക് ചുറ്റിക്കറങ്ങലിന് ശേഷം ഒരു ദിവസം റെസ്റ്റ് എടുത്തതിന് ശേഷം ഞങ്ങൾ നേരെ പിറ്റേ ദിവസം വെച്ച് പിടിച്ചത് നേരെ ലേ ലഡാക്കിലോട്ട്. നമ്മുടെ നാട്ടിലെ KSRTC പോലെ തന്നെ ജമ്മു കാശ്മീരിൻ്റെ JKSRTCയിലാണ് ഞങ്ങൾ പോയത് കേട്ടോ. ഡ്രൈവറെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഈ വണ്ടി അവിടെ എത്തുമെന്നുള്ളൊക്കെ സംശയമാണ്. പക്ഷേ ആൾ നല്ല മിന്നിച്ച് പോവാണ്, ചുരങ്ങളൊക്കെ താണ്ടി. കുറച്ച് മണിക്കൂറുകൾ ശേഷം നമ്മൾ വേൾഡിലെ ഏറ്റവും സെക്കൻഡ് കോൾഡസ്റ്റ് പ്ലേസ് ആയിട്ടുള്ള ദ്രാസിലൊക്കെ ഒന്ന് ചായ കുടിക്കാനൊക്കെ നിർത്തി. അവിടുന്ന് ചായയൊക്കെ കുടിച്ചും കണ്ട് ഇത് അവിടെയുള്ള ഒരു കടയുടെ മുൻപിലുള്ളതാട്ടോ. ഒരുപാട് യാത്രക്കാർ വന്നിട്ടുള്ള അവരൊപ്പിച്ച് പോയ സംഗതികളാണ്. അവിടെ ചായയൊക്കെ കുടിച്ചതിന് ശേഷം നമ്മൾ വീണ്ടും ഇങ്ങനെ യാത്ര ഇങ്ങനെ തുടരുക കേട്ടോ. ചുരങ്ങളിങ്ങനെ കയറിപ്പോകണം. നല്ല അടിപൊളി സ്ഥലങ്ങളും കാഴ്ചകളും ഒക്കെ കണ്ടുങ്ങാണ്ട് നമ്മുടെ ബസ്സിൽ കുറേ ആളുകളുണ്ട് കേട്ടോ. ഏകദേശം ടിക്കറ്റിൻ്റെ റേറ്റ് 1000-ൻ്റെ പുറത്ത് വരുന്നുണ്ട്. എന്നാലും ഫുള്ളാണ് ആളുകളൊക്കെ. 18ഓളം മണിക്കൂർ നമുക്ക് യാത്ര ചെയ്യാനുണ്ട് ലേ ലഡാക്കിലോട്ട് എത്താൻ. ഓരോ ചുരങ്ങൾക്കും മലകളും ഇങ്ങനെ കയറുന്നതനുസരിച്ച് തന്നെ നമ്മുടെ ഭംഗി ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക കേട്ടോ. പ്രകൃതിയുടെ അത്രക്കും വിവരിക്കാൻ കഴിയില്ല, അത്രക്കും നല്ല അടിപൊളി സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെയാണ്. ലൈഫിൽ ഒരു പ്രാവശ്യം നമ്മുടെ ആളുകളൊക്കെ ഒന്ന് കയറി ഇറങ്ങേണ്ട സ്ഥലമാണ്. നമ്മൾ പോകുന്നതിനനുസരിച്ച് തന്നെ ഒരുപാട് ചെറിയ ചെറിയ വീടുകൾ കാണാൻ കഴിയും. അതുപോലെ തന്നെ നല്ല നല്ല സ്ഥലങ്ങൾ, പുഴകൾ. നമുക്കിങ്ങനെ നമ്മുടെ ലൈഫിൽ ഒരു പ്രാവശ്യം നമ്മൾ യാത്ര ചെയ്യണം. അങ്ങനെ നമ്മൾ കാർഗിലൊക്കെ കഴിഞ്ഞങ്ങാണ്ട് കാർഗിൽ ടൗണും ഏകദേശം കാര്യങ്ങളൊക്കെ കഴിഞ്ഞുകൊണ്ട് നമ്മൾ വീണ്ടും ഇങ്ങനെ യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. സ്കൂൾ കുട്ടികളും കാര്യങ്ങളൊക്കെ പോകുന്നത് കാണാം, ടാറ്റ. അങ്ങനെ നമ്മളിങ്ങനെ യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഒരുപാട് മണിക്കൂറുകൾ ഇനി യാത്ര ചെയ്യാനുണ്ട്. ഇത് മുകൾ ഭാഗത്തു നിന്നുള്ള കാർഗിലിൻ്റെ താഴത്തുള്ള പ്രദേശങ്ങളാണ് കേട്ടോ, ടൗണിനോട് ചേർന്ന് കണ്ടുള്ളത്. അങ്ങനെ നമ്മളിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. മുന്നോട്ട് പോകുന്നതനുസരിച്ച് നമ്മുടെ സ്ഥലങ്ങൾ പറഞ്ഞാൽ പുറത്തുള്ള കാഴ്ചകൾ ഒരു രക്ഷയില്ല, വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകളാണ്. ചില ഭാഗങ്ങളിൽ മണൽക്കൂനമായിരിക്കാണ് മലകളുള്ളത്. ചില ഭാഗങ്ങളിൽ നോക്കുമ്പോൾ വെറും കല്ല് മാത്രം, പാറകൾ. അങ്ങനെ ഏകദേശം നമ്മളൊരു 100 കിലോമീറ്റർ, ഇനി ലേയിലേക്കൊരു 100 കിലോമീറ്റർ കൂടി ഉണ്ടോ. അപ്പോൾ ഒരു ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ അങ്ങനെ നിർത്തിയതാണ്. വിദേശികൾക്കൊക്കെ പാസ്പോർട്ടും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കണം, എല്ലാ ചെക്ക് പോസ്റ്റിനും. പക്ഷേ നമുക്ക് ഇന്ത്യക്കാർക്ക് അതിൻ്റെ ഒരു ആവശ്യമില്ല. കുറച്ചങ്ങോട്ട് എത്തിയതിന് വീണ്ടും നമ്മുടെ ഡ്രൈവറേട്ടന് കുറച്ച് ചായ കുടിക്കാനും എന്തെങ്കിലും കഴിക്കാനൊക്കെ ആയിട്ട് ഒരു സ്ഥലങ്ങളിലൊക്കെ നിർത്തി. എന്തായാലും ഞങ്ങൾ 4 ആളും ചായയൊക്കെ കുടിച്ചിങ്ങാണ്ട് ബസ്സിലൊക്കെ കയറി വീണ്ടും അങ്ങനെ യാത്ര തുടങ്ങുകയാണ്. നമുക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും ഓരോ ലാൻഡ്സ്കേപ്പും കാര്യങ്ങളും എങ്ങനെയാണെന്നുള്ളത്. വ്യത്യസ്തമായിട്ടുള്ള പ്രകൃതിയാണ് നമ്മുടെ ഇന്ത്യയിലുള്ളത്. പാറകൾ തുരന്നിട്ടൊക്കെയാണ് ഈ റോഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിൻ്റെ കംപ്ലീറ്റ് വർക്ക് എടുത്തിട്ടുള്ളത് നമ്മുടെ മിലിറ്ററിക്കാരാണെന്ന് പറയുന്നത്. രാവിലെ ശ്രീനഗറിൽ നിന്ന് പുറപ്പെട്ടുകൊണ്ടുള്ള ഞങ്ങൾ ഏകദേശം പുലർച്ചെ ഒരു 2-3 മണിക്കാണ് ലേയിലെത്തിയത്. അവിടുന്ന് തന്നെ റൂമും കാര്യങ്ങളൊക്കെ എടുത്ത് ഉച്ച വരെ ഒന്ന് കടന്നുറങ്ങി. അതിനുശേഷം നമുക്ക് അവിടുന്ന് ലേയിൽ നിന്ന് ടൗണിൽ തന്നെ നമുക്ക് ബൈക്കും കാര്യങ്ങളൊക്കെ വാടകയ്ക്ക് എടുത്തതിന് ശേഷം ഞങ്ങൾ പിന്നെ നേരെ ഏറ്റവും വലിയ മോട്ടറബിൾ പാസ്സായിട്ടുള്ള കർദുംഗ്ല പാസിലോട്ടുള്ള യാത്രയിലാണ്. ഞാൻ, അജു, സുഹൈൽ, ഷിബ്, അങ്ങനെ ഞങ്ങൾ 4 പേരും യാത്ര ഇങ്ങനെ തുറന്നു കണ്ടേയിരിക്കുകയാണ്. പിന്നെ നമ്മൾ ബൈക്കിലാണ്. ഞാനും അജുവാണ് ഈ ഒരു ബൈക്കിലുള്ളത്. മുന്നിൽ ഷിബും സുഹൈലും. അങ്ങനെ ഞങ്ങൾ പെട്രോളും കാര്യങ്ങളൊക്കെ അടിച്ചതിന് ശേഷം ഞങ്ങൾ നേരെ വീണ്ടും മലകൾ ഇങ്ങനെ കയറാൻ തുടങ്ങി. നമുക്ക് നാദാപുരംകാരായിട്ടുള്ള 2 പയ്യന്മാരെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഈ കൂട്ടിന്. അങ്ങനെ ഞങ്ങൾ 6 പേര് ഞങ്ങളിങ്ങനെ ഓരോ മലകളും ചുരങ്ങളും ഇങ്ങനെ കയറി താണ്ടി ഞങ്ങൾ യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഈ ഒരു റോഡ് നേരെ പോകുന്നത് നമ്മുടെ കർദുംഗ്ല വഴി അങ്ങനെ പോവുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഹിമാചലിൽ, മണാലി ആ ഭാഗത്തു കൂടിയൊക്കെ എത്തിപ്പെടാൻ കഴിയും. ഞങ്ങളുടെ പ്ലാനും കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ്. നേരെ ബൈക്ക് എടുത്തുകൊണ്ട് നേരെ മണാലി പോവുക. അവിടുന്ന് ബൈക്ക് അവിടെ വെച്ചുകൊണ്ട് പിന്നെ ഞങ്ങൾ നേരെ ഡൽഹിയിലോട്ട് ബസ് യാത്ര നടത്താനാണ് ഞങ്ങൾ പ്ലാൻ ഇട്ടിട്ടുള്ളത്. ഇതിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഇതുപോലെ ഒരുപാട് റൈഡേഴ്സിനെ നമുക്ക് കാണാൻ കഴിയും. കാരണം റൈഡേഴ്സിൻ്റെ ഒരു ഇഷ്ട റോഡ് കൂടിയാണ്, സ്ഥലം കൂടിയാണ് ഈ പറയുന്ന പ്രദേശങ്ങളൊക്കെ. എല്ലാവരുടെയും ഒരു സ്വപ്നമായിരിക്കും ഈ ഒരു ലേ ലഡാക്കിലൂടെ കറങ്ങുക, കർദുംഗ്ല പാസിലൂടെയൊക്കെ പോയി കണ്ട് 2 ഫോട്ടോ എടുക്കുക എന്നുള്ളതൊക്കെ. അങ്ങനെ ഞങ്ങളിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ തന്നെ മുന്നിൽ ഒരുപാട് വണ്ടികളൊക്കെ നിർത്തിയത് കണ്ടിട്ടോ, ബൈക്കറും കാര്യങ്ങളൊക്കെ. നോക്കുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ റോഡ് പണിയും കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. ഈ മണ്ണിടിച്ചിൽ കാരണം റോഡ് കംപ്ലീറ്റ് ബ്ലോക്ക് ആയിട്ട് അവിടെയൊക്കെ ഫുള്ള് ശരിയായിക്കൊണ്ടിരിക്കണം. അപ്പോൾ ആ സമയം ഞങ്ങൾ അപ്പുറത്ത് പോയിങ്ങാണ്ട്
കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് ऊपर पेट्रोल पंप है और नहीं है സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മുൻകരുതലും കാര്യങ്ങളും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഏകദേശം ഇപ്പോൾ തന്നെ ടയർഡായിട്ടുണ്ട്. കാരണം മുകളിലോട്ട് കയറുന്നതനുസരിച്ച് തണുപ്പും കൂടി കൂടി വരികയാണ്. അതുപോലെ തന്നെ നമുക്ക് ബ്രീത്തിൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളും അങ്ങനെ വഴിയിലുള്ള തടസ്സങ്ങളൊക്കെ നീങ്ങി അങ്ങനെ നമ്മൾ കാർദുംഗ്ലയിലെത്തിട്ടോ. 1-2 കടകളും കാര്യങ്ങളൊക്കെ കാണാനുണ്ട്. അതുപോലെ തന്നെ ഇവിടെ മറ്റേ നമ്മുടെ ആർമിക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവരുടെ ക്യാമ്പും കാര്യങ്ങളൊക്കെ കാണാനുണ്ട്. അതുപോലെ തന്നെ പിന്നെ താമസിക്കാനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ടോപ്പ് ഓഫ് ദി വേൾഡ് കർദുംഗ്ല. ഞങ്ങളുടെ ലക്ഷ്യസ്ഥാനത്തെത്തി. ടോപ്പ് ഓഫ് ദി വേൾഡ്. നല്ല ഇറങ്ങാൻ പറ്റില്ല. ഞാൻ ഇറങ്ങിയാൽ പോകുമ്പോൾ ബർഫ് കിതറെ കിതറെ എന്ന് ചോദിച്ചിരുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു വീഡിയോ. ഇത് മീൻകാടിയത്തെ ബർഫല്ല, അല്ലെങ്കിൽ ഐസ് കമ്പനിത്തെ ബർഫല്ല, അങ്ങനെ നമ്മൾ പ്ലാൻ സി ആക്കിട്ടോ. കാരണം മണാലി പോകേണ്ടത് നമ്മൾ നേരെ ഒഴിവാക്കി കണ്ട് വീണ്ടും നമ്മൾ നേരെ ലേയിലോട്ട് തന്നെ ഇറങ്ങുകയാണ്. കാരണം നമ്മൾ ജാക്കറ്റ് അങ്ങനെ ഒരു സംഗതികളും നമ്മൾ എടുക്കാത്തതുകൊണ്ട് തന്നെ തണുപ്പും കാര്യങ്ങളും അടിച്ചു കണ്ട് ആപ്പടെ ടയേർഡായി, തലവേദനയും അതുമാതിരി തന്നെ ബ്രീത്തിൻ്റെ കുറേ പ്രശ്നം. ഞങ്ങൾ ഇവിടുത്തെ മാർക്കറ്റിലോട്ടൊന്ന് ഇറങ്ങിയതാണ്. വിസിറ്റേഴ്സ് ഉണ്ടായതുകൊണ്ട് തന്നെ മാർക്കറ്റ് വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. പിന്നെ ഐ ലവ് ലഡാക്ക് എന്നുള്ള ആളുകൾക്ക് ഫോട്ടോ എടുക്കാനുള്ള ഒരു ഫ്രെയിം, പിന്നെ നമ്മളെ നാട്ടിലത്തെ പോലെ തന്നെ ആളുകളൊക്കെ ഇരുന്നങ്ങാണ്ട് കച്ചവടം ചെയ്യുന്നുണ്ട്, ചെറിയ ചെറിയ കച്ചവടം. മാർക്കറ്റിൻ്റെ ഉള്ളിൽ കുറച്ചും കൂടി ആളുകളൊക്കെ
ലേയിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് മൊണാസ്ട്രികൾ നമുക്ക് കാണാൻ കഴിയും. ഒരുപാടെന്ന് പറഞ്ഞാലും പോരാ, ചാണക്കാണ്. അങ്ങനെ മാർക്കറ്റിൽ കുറച്ച് നേരം നടന്ന് കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ ക്ഷീണിച്ചിട്ടോ. പിന്നെ ഞങ്ങൾ നേരെ റൂമിലോട്ട് അങ്ങോട്ട് വെച്ച് പിടിച്ചു.